ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു പൈനാപ്പിൾ. ഇത് നമുക്ക് ഉപ്പിലിട്ടിട്ട് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കാന്താരി എടുത്തിട്ടുണ്ട്. അതിടാനുള്ള കുപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനാവശ്യമുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് കല്ലുപ്പ് തന്നെയാണ് ഇടുന്നത്. കുറച്ച് കല്ലുപ്പ് തന്നെ ഞാൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം. ഇതൊന്ന് ഇളക്കി നോക്കുക. കുറച്ച് വിനാഗിരി വെച്ച് കൊടുക്കുക. ഉപ്പുണ്ടോ നോക്കുക. ഈ വെള്ളത്തിന് ഇതിൽ കുറച്ച് കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് തിളപ്പിക്കണം. ഉപ്പ് പാകത്തിനുണ്ട്. അപ്പോൾ കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ച് കൊടുക്കട്ടെ. കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാടില്ല, കുറച്ച്. ഓക്കെ. എന്നിട്ട് നമുക്കിത് തിളക്കാൻ വെക്കാം. ഗ്യാസ് കത്തിച്ചിട്ട് ഞാനിത് തിളക്കാൻ വെക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം നമുക്ക്. ഒരു 2 സ്പൂണ് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂണ്, 2 സ്പൂൺ. അപ്പം എല്ലാം കൂടി നമുക്ക് തിളപ്പിച്ചിട്ടെടുക്കാം. അപ്പം ഇനി ഞാനിത് അടുപ്പത്ത് വെക്കുന്നുണ്ട്. അതങ്ങനെ തിളക്കട്ടെ. അപ്പോൾ ഈ കൈതച്ചക്കേൻ്റെ 2 ഭാഗവും നമുക്ക് മുറിച്ചിട്ട് തോലെല്ലാം ചെത്തി ക്ലിയർ ആക്കണം. അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ചെല്ലിക്ക് സ്റ്റാൻഡിന് വന്നിട്ട് തട്ടുന്നു. അപ്പോൾ ഈ വെള്ളം തിളക്കുന്നതിനകത്ത് ഞാൻ ഈ കാന്താരി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി അങ്ങ് തിളക്കട്ടെ കൂട്ടത്തിൽ. അപ്പം ഞാൻ കൈതച്ചക്ക മുറിക്കുന്നുണ്ട്. കൈതച്ചക്ക മുറിക്കട്ടെ. ഈ സാധനം ഞാൻ എടുക്കുന്നില്ല, ഇത് വേറെ തന്നെ വെക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് എടുക്കാം. ഇങ്ങനെയാണ് എടുക്കുന്നത് ഞാൻ. ഇത്രയും പീസുകളാക്കിയിട്ട് ഇത്രയും പീസുകളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ആ വെള്ളം തണിഞ്ഞതിന് ശേഷം നമുക്ക് കൈതച്ചക്കേനെ കുപ്പിയിലിട്ടിട്ട് ആ വെള്ളത്തിന് ഒഴിച്ച് കൊടുക്കണം. ഇത്രയാണ് ഉള്ളത്. വെള്ളം തിളക്കട്ടെ. അപ്പോൾ ഇതാ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫാക്കാം. ഓഫാക്കി ഇനി അത് തണിഞ്ഞതിന് ശേഷം വേണം നമുക്ക് കുപ്പിയിലേക്ക് ഒഴിക്കാൻ. ചൂടോടെ ഒഴിക്കാൻ പാടില്ല. അപ്പോൾ ഇതാ ഗൈസ്, നമ്മളെ വെള്ളം തിളപ്പിച്ചത് എല്ലാം നല്ല അടിപൊളിയായിട്ട് തണിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൈതച്ചക്ക നമുക്ക് കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം.
കൈതച്ചക്ക മാത്രം നോക്കിയിട്ട് ഞാൻ എടുത്തതാണ്, മോശമൊന്നും എടുത്തിട്ടില്ല. അപ്പം ഞാൻ ഇടുന്നുണ്ട്. എന്നിട്ട് ഈ തിളപ്പിച്ചാറിയ വെള്ളം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്തെല്ലാം ഇട്ടിനെന്ന് ചോദിച്ചാൽ ഉപ്പ്, വിനാഗിരി, കുറച്ച് പഞ്ചസാര, പിന്നെ കാന്താരി. ഇത്രയും സാധനങ്ങളാണ് ഉപ്പിലിടാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഇതിൽ നീളത്തിൽ മുറിച്ചിടുന്നവർക്ക് മുറിച്ചിടാം. ഞാൻ പക്ഷേ ഇങ്ങനെയാക്കിയിട്ടാണ് മുറിച്ചിട്ടത്. ഒരുപാട് വണ്ണത്തിലൊന്നും മുറിച്ചിട്ടില്ല. അപ്പോൾ അതവിടെ റെഡിയായി. ഇനി അതിലേക്ക് ഈ എടുത്ത് വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടിപൊളി. 2 കാന്താരിയും കൂടി ഉണ്ട് ഇതിൻ്റെ അകത്ത്, അതും കൂടി ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പാകം വന്നു കഴിഞ്ഞാൽ എടുക്കാം. ഇപ്പം നല്ല കണ്ടീഷനായിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് നോക്കട്ടെ, ഉപ്പെല്ലാം ഇല്ലേന്ന്. ഉപ്പെല്ലാം പാകം, ഉപ്പ്, മധുരം എല്ലാം. ആ കാന്താരിൻ്റെ എരിവും കൂടി അതിലേക്കാണ് ആയിക്കഴിഞ്ഞാൽ നമുക്കിത് മൂടിയിട്ട് വെക്കാം. കണ്ടല്ലോ നമ്മളെ പൈനാപ്പിൾ ഉപ്പിലിട്ടത്, എല്ലാവരും കണ്ടല്ലോ. അടിപൊളി, കണ്ട സൂപ്പറായിട്ടില്ലേ? അപ്പോൾ വീണ്ടും നമുക്ക് വേറെ ഒരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും എൻ്റെ കൈതച്ചക്ക ഉപ്പിലിട്ടത് ഇഷ്ടപ്പെട്ടിരുന്നു ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കണ്ടല്ലോ. ഓക്കേ, ബൈ.